ഈശ്വരൻ. അപ്പം ഈശ്വരനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളെയൊക്കെ നയിക്കുന്ന ഒരു പ്രപഞ്ച ശക്തിയാണ് ആര്? ഈശ്വരൻ. നമ്മളെയൊക്കെ നയിക്കുന്ന ഒരു പ്രപഞ്ച ശക്തിയാണ് ഈശ്വരൻ. ഈശ്വരന് എന്തില്ല? ഈശ്വരന് ആരോടും യാതൊരു പക്ഷപാതങ്ങളുമില്ല. ഈശ്വരൻ നമ്മുടെ ശക്തിക്ക് എന്തില്ല? ആരോടും ഒരു പക്ഷപാതങ്ങളില്ല. ഈശ്വരൻ ഒന്നേ ഉള്ളൂ എന്നാണ്. ഈശ്വരൻ ഒന്നേ ഉള്ളൂ. ഈശ്വരനെ നമുക്ക് ഏത് രൂപത്തിൽ വേണമെങ്കിലും ആരാധിക്കാം. നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ഈശ്വരനെ ആരാധിക്കാം. അതിലൊന്നും യാതൊരു കുഴപ്പവുമില്ല. പക്ഷേ ഈശ്വരൻ എന്തില്ല? പക്ഷപാതങ്ങളില്ല. ആരോടും ഒരു പക്ഷപാതങ്ങളില്ല. മണ്ണും വിണ്ണും പുല്ലും പുഴുവും ധനികനും ഭിക്ഷക്കാരനും അതുപോലെ പണ്ഡിതനും പാമരനും എല്ലാം ഈശ്വരൻ എന്താണ്? ഈശ്വരന് ഇതെല്ലാം ഈശ്വരന് തുല്യമാണ്. എല്ലാം തുല്യരാണ്. മാനവസേവ മാധവ സേവയാണെന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? മാനവസേവ മാധവ സേവയാണ് എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? ലോകപ്രശസ്തനായ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്. മാനവസേവ മാധവ സേവയാണ്. അതുപോലെ പറയുന്നത് പരോപകാരമേ പുണ്യം പാപമേ പരപീഡനമെന്നാണ്. ഈശ്വരന് ഏറ്റവും ഇഷ്ടമായത്, ഈശ്വരന് ഏറ്റവും ഹിതമായത് എന്താണെന്ന് ചോദിച്ചാൽ ഈശ്വരന് ഏറ്റവും ഇഷ്ടമായത് എന്താണ്? പരോപകാരമാണ്. അപ്പോൾ ഒരു വ്യക്തിയെ നമുക്ക് സഹായിക്കാൻ കഴിയും, നമുക്ക് നഷ്ടങ്ങളൊന്നും ഉണ്ടാകാതെ ഒരു വ്യക്തിയെ നമുക്ക് സഹായിക്കാൻ കഴിയുമെങ്കിൽ അത്തരത്തിലുള്ള സഹായം ചെയ്യുന്നില്ല, യാതൊരു കുഴപ്പവുമില്ല കേട്ടോ. അപ്പം ഞാൻ നിങ്ങളെ ഓർപ്പെടുത്തുകയാണ്, നിങ്ങൾക്ക് നഷ്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് മറ്റൊരാൾക്ക് സഹായം ചെയ്യാൻ ഞാൻ നിങ്ങളോട് ഒരിക്കലും പറയില്ല കേട്ടോ. ഞാൻ പറയില്ല. പക്ഷെ നമുക്കൊരു വ്യക്തിയെ സഹായിക്കാൻ കഴിയും, നമുക്ക് മറ്റു നഷ്ടങ്ങളൊന്നും ഉണ്ടാകുന്നില്ല, വ്യക്തികൾക്കോ അല്ലെങ്കിൽ സമൂഹത്തിനോ അല്ലെങ്കിൽ ആർക്കും നഷ്ടങ്ങൾ ഉണ്ടാകുന്നില്ല എങ്കിൽ അത്തരത്തിലുള്ള സഹായം ഒരാൾക്ക് ചെയ്തു കൊടുക്കുന്നത് എന്താണ്? ഏറ്റവും നല്ലതാണ് കേട്ടോ. അതുപോലെ പാപം എന്താണെന്ന് വെച്ചാൽ പാപം എന്താണ്? പാപം പരപീഡനമാണ്. അതിനെ ദ്രോഹിക്കുന്നതാണ് എന്താണ്? ഏറ്റവും വലിയ പാപം കേട്ടോ. ഈശ്വരന് അഹിതമായത് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? ഈശ്വരന് അഹിതമായത് ഒന്നേ ഉള്ളൂ. എന്താണ്? പരപീഡനം. മറ്റുള്ളവരെ നമ്മുടെ വാക്കുകൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ ദ്രോഹിക്കുക എന്നുള്ളത് എന്താണ്? ഈശ്വരന് ഇഷ്ടമല്ലാത്തതാണ് കേട്ടോ. നമ്മൾ മനസ്സിൽ എപ്പോഴും അറിഞ്ഞിരിക്കണം കേട്ടോ. നമ്മൾ ഈശ്വരൻ എന്ന് ഞാൻ പറയല്ലോ, ഈശ്വരൻ വിശ്വവ്യാപിയാണ്. പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രപഞ്ച ശക്തിയാണ് ഈശ്വരൻ കേട്ടോ. മണ്ണും വിണ്ണും പുല്ലും മുഴുവും കടലും കായലും വനവും എല്ലാം എന്താണ്? ഈശ്വരനിൽ ലയിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള ഈശ്വരന് എല്ലാം എന്താണ്? തുല്യമാണ്. നമ്മൾ ചെയ്ത നന്മകൾക്ക് മാത്രമാണ് ഈശ്വരൻ എന്ത് നൽകുന്നത്? മുൻതൂക്കം നൽകുന്നത്. ഈശ്വരൻ എന്ന ശക്തി മുൻതൂക്കം നൽകുന്നത്. നല്ലത് പ്രവർത്തിക്കുക, നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക.